പുതുമ ഫാമിലി കളക്ഷനിൽ സമ്മാന പെരുമഴ. ഒന്നാം സമ്മാനം റെഫ്രിജറേറ്റർ, രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ, മൂന്നാം സമ്മാനം ടെലിവിഷൻ, മിക്സി, ഗ്രൈൻഡർ തുടങ്ങി മറ്റനേകം സമ്മാനങ്ങളും. പുതുമ ഫാമിലി കളക്ഷൻസ്, മെയിൻ റോഡ്, വടക്കാഞ്ചേരി. ഫോൺ 9744335592. കർഷകന്റെ അധ്വാനത്തിന് ഇരട്ടി മധുരമായി തണ്ണിമത്തൻ വിളവെടുപ്പ് നടത്തി. കുണ്ടന്നൂർ തെക്കേക്കര വാഴപ്പിള്ളി വീട്ടിൽ സേവിയുടെ 80 സെന്റ് സ്ഥലത്ത് ചെയ്ത തണ്ണിമത്തൻ കൃഷിയുടെ വിളവെടുപ്പാണ് നടത്തിയത്. കുണ്ടന്നൂർ തെക്കേക്കര വെട്ടിക്കൽ പാലത്തിന് സമീപം വാഴപ്പിള്ളി വീട്ടിൽ സേവിയുടെ പാടശേഖരത്തിൽ 80 സെന്റ് സ്ഥലത്ത് 40,000 രൂപ ചെലവിൽ കിരൺ ഇനത്തിൽപ്പെട്ട തണ്ണിമത്തൻ കൃഷി ചെയ്തത്. ഏരി തിരിച്ച് പുല്ല് വരാതിരിക്കാൻ മൾട്ടിംഗ് ഷീറ്റ് വിത്ത് വിതച്ച് ചാണകപ്പൊടി ചേർത്ത് 2 നേരവും നല്ല രീതിയിൽ നനച്ചാണ് തണ്ണിമത്തൻ കൃഷി ചെയ്തത്. തണ്ണിമത്തൻ ചെടി വളരുന്നത് വളരെ പ്രതീക്ഷയോടെയാണ് സേവിയും അമ്മ കൊച്ചുമേരിയും ഭാര്യ മിഥു, മക്കൾ ഇവ, ഇവാൻ എന്നിവർ നിരീക്ഷിച്ചത്. ഏകദേശം 45 ദിവസമെത്തിയപ്പോൾ പൂവിടാൻ തുടങ്ങി. കീടശല്യത്തെ പ്രതിരോധിക്കുവാൻ പൊതിഞ്ഞ് സംരക്ഷിച്ചു. 75 ദിവസമായപ്പോൾ വിളവെടുപ്പ് തുടങ്ങി. സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരനായ സേവി 2ാം വർഷമാണ് തണ്ണിമത്തൻ കൃഷി ചെയ്യുന്നത്. കൂടാതെ സൂര്യകാന്തി, പയർ, വെണ്ട, വെള്ളരി, ചീര എന്നിവയും കൃഷി ചെയ്യുന്നു. നിരവധി പേരാണ് കുണ്ടന്നൂർ കൃഷിസ്ഥലത്ത് വന്ന് തണ്ണിമത്തൻ വാങ്ങിപ്പോകുന്നത്. കുടുംബാംഗങ്ങളുടെ പൂർണ്ണ പിന്തുണയും ഈ കർഷകനുണ്ടായിരുന്നു. 2 തരം വെറൈറ്റിയാണ് വെച്ചോണേ, കിരണും പിന്നെ നോർമലാണ് വെച്ചോണേ. നമ്മളിത് ആദ്യം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൾച്ചിങ് ഷീറ്റ് ഇട്ടിട്ടാണ് ചെയ്ത് നോക്കണേ. മൾട്ടി ഷീറ്റിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ പുല്ല് വരില്ല. അതായത് നമ്മൾ നടുന്ന സ്ഥലത്ത് പുല്ല് വരില്ല, ബാക്കി എല്ലാ സ്ഥലത്തും പുല്ല് വരും. അത് നമ്മൾ അതിൻ്റെ മരുന്നും കാര്യങ്ങളും അടിച്ചിട്ടാണ് നമ്മൾ ചെയ്യണേ. പക്ഷെ ഇതിൽ മഴയൊക്കെ പെയ്തപ്പോൾ നല്ല പുല്ലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ പുല്ല് ഒരു തരം ഇതിന് നല്ലതാണ്, അതായത് തണ്ണിമത്തന് കാണാതിരിക്കാനും പിന്നെ അതുപോലെ തന്നെ തണ്ണിമത്തന് ഒരു തണൽ കിട്ടാനൊക്കെ ആയിട്ട് പുല്ല് നല്ലതാണ്. പിന്നെ ഇതിലിപ്പോൾ ഒരു ഏകദേശം ഒരു 500 കിലോത്തോളം ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. ബാക്കി നമ്മൾ ഇനി ഒരു 2000 കിലോ കിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നു. VCV ന്യൂസ്, കുണ്ടന്നൂർ.